ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിക്കി PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫയർമാൻ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന പോർഷനിൽ നിന്നുള്ള പാർട്ട് 3 ആണ്. ഓക്കെ, പാർട്ട് 1 പാർട്ട് 2 കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് എയ്ഡ് എന്ന ടോപ്പിക്കിലെ ഷോക്ക് എന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷോക്ക്. ഓക്കെ, എന്താണ് ഷോക്ക്? ശ്രദ്ധിച്ചോളൂ. ഷോക്ക് ഈസ് എ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ ബോഡി നോട്ട് ഗെറ്റിംഗ് ഇനഫ് ബ്ലഡ് ഫ്ലോ. മനസ്സിലായോ എന്താണ് ഷോക്ക് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രക്ത ഓട്ടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഷോക്ക് എന്ന് പറയുന്നത്. കിട്ടിയോ? ബോഡി നോട്ട് ഗെറ്റിംഗ് ഇനഫ് ബ്ലഡ് ഫ്ലോ, ആവശ്യമായ രീതിയിലുള്ള രക്തോട്ടം കിട്ടാതെ വരുന്ന അവസ്ഥയാണ് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ മിഴിക്കരുത്, എന്താണെന്ന് ആലോചിക്കണം. അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ കിട്ടിയില്ലെങ്കിൽ ആ അവസ്ഥയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഷോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ലാക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ സെൽസിനും ഓർഗൻസിനും നമ്മുടെ അവയവങ്ങൾക്കും കോശങ്ങൾക്കും ആവശ്യമായ ബ്ലഡ് കിട്ടാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി തെറ്റിപ്പോകരുത്. ഓക്കെ, ഇനി 2 ടൈപ്പ് ഓഫ് ഷോക്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. നെർവസ് ഷോക്ക് എന്നും ട്രൂ ഷോക്ക് എന്നും. മനസ്സിലായോ? നെർവസ് ഷോക്ക്, ട്രൂ ഷോക്ക് എന്താണെന്ന് പറയാം. അപ്പൊ എന്താണ് ഷോക്ക് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇറ്റ്സ് എ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ ബോഡി നോട്ട് ഗെറ്റിംഗ് എനഫ് ബ്ലഡ് ഫ്ലോ. അതായത് ശരീരത്തിന് ആവശ്യമായ രക്തോട്ടം കിട്ടാതിരിക്കുന്ന അവസ്ഥയാണ് ഷോക്ക് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് ഷോക്സ്, നെർവസ് ഷോക്ക്, ട്രൂ ഷോക്ക്. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. നെർവസ് ഷോക്ക്, അത് നമുക്ക് നെർവസ് ഷോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നെർവസ് ഷോക്ക് ഈസ് ഡ്യൂ ടു സ്ട്രോങ് ഇമോഷണൽ അപ്സെറ്റ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വേദന അല്ലെങ്കിൽ ഒരു ടെൻഷൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഷോക്ക് ആവും അല്ലേ? അതാണ് നെർവസ് ഷോക്ക് എന്ന് പറയുന്നത്. ഫിയർ, പെയിൻ ഓർ ബാഡ് ന്യൂസ് ആൻഡ് നോട്ട് നെസസറിലി ഡ്യൂ ടു എ സീരിയസ് ഇഞ്ചുറി. അതായത് ഒരു ഇഞ്ചുറി ആയിക്കൊള്ളുന്നില്ല, ഇഞ്ചുറി അല്ല, പകരം എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് കേട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻ, നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം നടന്നാലോ അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്ന ഒരു സാഹചര്യം വന്നാലോ അങ്ങനെയൊക്കെ വരുന്ന ഷോക്കിനെയാണ് നെർവസ് ഷോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് ഒരാളുടെ മരണം കേൾക്കുന്നു, അപ്പൊ നമുക്കൊരു ഷോക്ക് വരൂ അല്ലേ? അതൊരു നെർവസ് ഷോക്കാണ്. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് വരില്ലേ? അതൊക്കെ എന്താണ്? നെർവസ് ഷോക്കാണ്. ആക്ച്വലി ഈ നെർവസ് ഷോക്കിന് ഡസ് നോട്ട് നീഡ് ട്രീറ്റ്മെന്റ്. ഇങ്ങനെ ഒരു ഷോക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്താണ് ഫസ്റ്റ് എയ്ഡ് എടുത്ത് ഓടുകയൊക്കെ ചെയ്യണോ? വേണ്ട. സച്ച് എക്സെപ്റ്റ് ഫോർ റീഅഷ്വറിങ് ആൻഡ് സിമ്പത്തറ്റിക് ഹാൻഡ്ലിങ്. അങ്ങനെയുള്ളവരോട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് നമുക്കറിയാം. ഓക്കെ, അവിടെ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യം ഇല്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് നെർവസ് ഷോക്ക്? ഇസ് ഡ്യൂ ടു സ്ട്രോങ് ഇമോഷണൽ അപ്സെറ്റ്. എക്സാമ്പിൾ ഫിയർ, പെയിൻ ഓർ ബാഡ് ന്യൂസ്. അങ്ങനെ എന്താണെങ്കിലും അങ്ങനെ സംഭവിക്കുന്ന ഷോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെർവസ് ഷോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്താണ് ട്രൂ ഷോക്ക് എന്ന് പറയാം. ഓക്കെ, ട്രൂ ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വരുന്ന എന്താണ് ഇഞ്ചുറീസ് മൂലം ഉണ്ടാകുന്ന ഷോക്കാണ് ട്രൂ ഷോക്ക്. ഈ ട്രൂ ഷോക്ക് ഏതൊക്കെ ആക്സിഡന്റിലാണ് കാണപ്പെടുക എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. സെവിയർ ബ്ലീഡിങ്, അതായത് എന്താണ് ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെടുന്ന സമയത്ത് ഷോക്ക് ഉണ്ടാവാം. ഓക്കെ, എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിച്ചു കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെടുന്ന സമയത്ത് എന്താണ് ഷോക്ക് ഉണ്ടാകുക? അതാണ് സെവിയർ ബ്ലീഡിങ്. ഷോക്ക് ഈസ് പ്രൊഡ്യൂസ് ഡ്യൂ ടു ലോസ് ഓഫ് ബ്ലഡ്. ബ്ലഡ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഷോക്കാണ് സെവിയർ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെവിയർ ബംസ്. അതായത് നമ്മുടെ 15% കൂടുതൽ നമ്മുടെ സ്കിൻ സർഫസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഷോക്കാണ് സെവിയർ ബംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെൻ മോർ ദാൻ 15% ഓഫ് ദ സ്കിൻ സർഫേസ് ഈസ് എഫക്റ്റഡ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ഹാർട്ട് അറ്റാക്സ്. ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് ഷോക്ക് ഉണ്ടാകാം. വെൻ ദ ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ട് ഈസ് ഒബ്സ്ട്രക്റ്റഡ്. ഓക്കെ, അതായത് നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്ന ആ ബ്ലഡ് സപ്ലൈ തടസ്സപ്പെടുകയാണ്. ആ സിറ്റുവേഷനിലും ഷോക്ക് ഉണ്ടാകാം, ഹാർട്ട് അറ്റാക്സ്. നെക്സ്റ്റ് നോക്കൂ, ക്രഷ് ഇഞ്ചുറീസ്.
ആസ് ഇൻ കൊളാപ്സ്ഡ് ബിൽഡിംഗ്, എക്സ്പ്ലോഷൻ, എക്സെട്ര. ഓക്കെ, ബിൽഡിംഗ് കൊളാപ്ഷൻ, അതുപോലെ എക്സ്പ്ലോഷൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഷോക്ക്, അതാണ് ക്രാഷ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലോസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്, അതായത് വമിറ്റിംഗ്, ഡയറിയ, ഡൈസെൻട്രി അതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ. ആ സമയത്തും എന്ത് സംഭവിക്കാം? ഷോക്ക് വരാം. ക്ലിയർ ആണല്ലോ? അതാണ് ലോസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്. ആക്ച്വലി വമിറ്റിംഗ് വരുമ്പോൾ, അതുപോലെ ഡയറിയ വരുമ്പോൾ, ഡൈസെൻട്രി വരുമ്പോൾ ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ആ സമയത്തും എന്ത് വരാം? ഷോക്ക് വരാം. നെക്സ്റ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഡിസ്ചാർജ് ഓഫ് ഇൻടു ദി ബ്ലഡ് കോസ്ഡ് ബൈ ബാക്ടീരിയ. ഓക്കെ, ഞാനിവിടെ പോയ്സൺ വിട്ടുപോയതാണ് കേട്ടോ. ഡിസ്ചാർജ് ഓഫ് പോയ്സൺ into the blood caused by bacteria. അതായത് എന്തെങ്കിലും പോയ്സൺ ഡ്രഗ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്നത് മൂലം ബാക്ടീരിയൽ അഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് വരാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയുമാണ് ട്രൂ ഷോക്ക് എന്ന് പറയുന്നത്. നെർവസ് ഷോക്ക്, ട്രൂ ഷോക്ക് അല്ലെങ്കിൽ നെർവസ് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. എന്തെങ്കിലും പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് കേൾക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഷോക്കാണ് എന്തെന്ന് പറയുന്നത്? നെർവസ് ഷോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ട്രൂ ഷോക്ക് വരുന്ന ആക്സിഡൻസ്, എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് ട്രൂ ഷോക്ക് സംഭവിക്കുക? സെവിയർ ബ്ലീഡിംഗ്, സെവിയർ ബൂംസ്, ഹാർട്ട് അറ്റാക്ക്, ക്രഷ് ഇഞ്ചുറീസ്, ലോസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്, അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഷോക്കിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കണം. ഒരൊറ്റ പോയിന്റും കൂടി ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അനഫിലാക്റ്റിക് ഷോക്ക്. എന്താണ് അനഫിലാക്റ്റിക് ഷോക്ക്? എന്താണ് അനഫിലാക്റ്റിക് ഷോക്ക്? മാസീവ് അലർജിക് റിയാക്ഷൻ വിത്തിൻ ദ ബോഡി ഡ്യൂ ടു ഇൻജെക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ ഡ്രഗ്, ഇൻസെക്ട് ബൈറ്റ്സ്, ഇൻജെക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ ഫുഡ്, ഇൻഡസ്ട്രിയൽ സബ്സ്റ്റാൻസസ്. മനസ്സിലായോ? അതായത് എന്തെങ്കിലും അലർജിക് ആയിട്ടുള്ള കാര്യം നമ്മുടെ ബോഡിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ഷോക്കിനെയാണ് അനഫിലാക്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ, നമ്മളൊരു ഡ്രഗ് നമ്മുടെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു, അതുപോലെ എന്തെങ്കിലും ഇൻസെക്ട്സ് നമ്മളെ കടിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് മോശമായ രീതിയിലുള്ള ഫുഡ് നമ്മുടെ അകത്തേക്ക് പോകുന്നു. ഇത്തരം സിറ്റുവേഷനിലൊക്കെ നമ്മുടെ ബോഡിയിൽ അലർജിക് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകും അല്ലെ. അതുമൂലം ഉണ്ടാകുന്ന ഷോക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? അനഫിലാക്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. തെറ്റിപ്പോകരുത് കേട്ടോ. അനഫിലാക്റ്റിക് ഷോക്ക്. എന്താണ് അനഫിലാക്റ്റിക് ഷോക്ക്? മാസീവ് അലർജിക് റിയാക്ഷൻസ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഷോക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? അനഫിലാക്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഷോക്കിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താണ് ഷോക്ക്, 2 ടൈപ്പ് ഓഫ് ഷോക്ക്, അതുപോലെ തന്നെ അനഫിലാക്റ്റിക് ഷോക്ക് എന്താണെന്നും കൂടി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ചർ എന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രാക്ചർ. എന്താണ് ഫ്രാക്ചർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്രാക്ചർ ഈസ് ദ പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ബ്രേക്കേജ്, ക്രാക്ക് ഓർ ബെൻഡ് ഓഫ് ബോൺ. നമ്മുടെ അസ്ഥിക്ക് വരുന്ന എന്തെങ്കിലും പോറലോ അല്ലെങ്കിൽ പൊട്ടലോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കറിയാം, കൂടുതൽ പറയണ്ട. ഇനി ഫ്രാക്ചറിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്. ഫോഴ്സ്, നമ്മൾ വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നമ്മളിലേക്ക് വന്ന് തട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഫ്രാക്ചർ സംഭവിക്കുന്നത്. അങ്ങനെ ഈ ഫ്രാക്ചറിന്റെ കാരണത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഡയറക്റ്റ് ഫോഴ്സ് എന്നും ഇൻഡയറക്റ്റ് ഫോഴ്സ് എന്നും. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കൂ. ഡയറക്റ്റ് ഫോഴ്സ്, ഇൻഡയറക്റ്റ് ഫോഴ്സ്. ഇനി നോക്കൂ, ഡയറക്റ്റ് ഫോഴ്സ് പേര് പറഞ്ഞതുപോലെ തന്നെ the bond breaks at the spot of application of force. അതായത് എവിടെയാണോ ഫോഴ്സ് വന്നത് അവിടെ തന്നെ ബോണ്ട് ബ്രേക്ക് ആവുന്നു. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബുള്ളറ്റ് പാസിംഗ് ഇൻ ടു ബോൺ. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് നമ്മുടെ ബോണിൽ എവിടെയാണോ തറച്ചിട്ടുള്ളത് അവിടെ തന്നെ എന്താണ് ബ്രേക്ക് സംഭവിക്കും. അതിനെയാണ് ഡയറക്റ്റ് ഫോഴ്സ്. അപ്പോൾ ബുള്ളറ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? ദ ബോണ്ട് ബ്രേക്സ് അറ്റ് ദ സ്പോട്ട് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. എവിടെയാണോ ഫോഴ്സ് അപ്ലൈ ആയത് അവിടെ തന്നെ ബ്രേക്ക് സംഭവിക്കുന്നതിനെയാണ് ഡയറക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി
എന്താണ് ഇൻഡയറക്റ്റ് ഫോഴ്സ്? ദ ബോണ്ട് ബ്രേക്സ് എവേ ഫ്രം ദ സ്പോട്ട് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. എവിടെയാണോ ഫോഴ്സ് സംഭവിച്ചത് അതിൽ നിന്നും മാറി ബ്രേക്കേജ് സംഭവിക്കുന്നതിനെയാണ് ഇൻഡയറക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കോസ് ഓഫ് ഫ്രാക്ചേഴ്സ് ടു ടൈപ്സ്: ഡയറക്റ്റ് ഫോഴ്സ്, ഇൻഡയറക്റ്റ് ഫോഴ്സ്. ഡയറക്റ്റ് ഫോഴ്സ്, ദ ബോണ്ട് ബ്രേക്സ് അറ്റ് ദ സ്പോട്ട് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഇൻഡയറക്റ്റ് ഫോഴ്സ്, ദ ബോണ്ട് ബ്രേക്സ് away from the spot of application of force. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈപ്പ് ഓഫ് ഫ്രാക്ചേഴ്സ്. ടൈപ്പ് ഓഫ് ഫ്രാക്ചേഴ്സ്: സിമ്പിൾ ഫ്രാക്ചർ, കോമ്പൗണ്ട് ഫ്രാക്ചർ, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഫ്രാക്ചറിനെ തിരിക്കാം. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യമാണ്, ശ്രദ്ധിച്ചാൽ മതി. സിമ്പിൾ ഫ്രാക്ചർ: ദ ബ്രോക്കൺ എൻഡ് ഓഫ് ദ ബോണ്ട് ഡു നോട്ട് ദ സ്കിൻ ആൻഡ് ഷോ ഓൺ ദി ഔട്ട്സൈഡ്. ഡു നോട്ട് ഷോ, തെറ്റിപ്പോയത്, കട്ട് ദ സ്കിൻ എന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ബോൺ പൊട്ടുകയാണല്ലോ ചെയ്യുന്നത്. അതൊരിക്കലും സ്കിന്നിനെ ഒന്നും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അത് പുറത്തേക്ക് കാണുമൊന്നുമില്ല. സാധാരണ നമ്മൾ എല്ല് പൊട്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പുറത്തേക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണില്ല അല്ലെ? ചിലരുടെയൊക്കെ നമ്മുടെ എന്താണ് ബോഡീന്റെ പുറത്തേക്ക്, സ്കിന്നിന്റെ പുറത്തേക്ക് ഒന്നും കാണില്ല, സ്കിന്നിന് വലിയ മുറിവൊന്നും ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ വീണ് പൊട്ടിയിട്ട് നമ്മൾ കെട്ടിക്കൊണ്ട് പോകാറുണ്ട് അല്ലെ? അപ്പോഴൊക്കെ നമ്മുടെ പുറത്തേക്ക് ആ ബോണൊന്നും കാണുന്നില്ലല്ലോ. അതുപോലെ നമ്മുടെ എന്താണ് നമുക്ക് ശരിക്കും പൊട്ടലുണ്ടോ എന്ന് തന്നെ കൺഫ്യൂഷൻ ആവും. കാരണം എന്താണ്, ഇവിടെ മുറിവൊന്നും ഉണ്ടാവില്ല. പിന്നെ വേദന തുടങ്ങുമ്പോഴാണ് നമുക്ക് പൊട്ടലുണ്ടോ എന്നൊക്കെ ഒരു ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇനി എന്താണ് കോമ്പൗണ്ട് ഫ്രാക്ചർ? when the fractured bone is in contact with outside air as a result of an injury. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ബോൺ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൊട്ടല്, ബോൺ എന്താണ് പുറത്തേക്ക് കാണും, എയറുമായിട്ടൊരു കോണ്ടാക്ട് വരും. മനസ്സിലായോ? അപ്പോൾ ഭയങ്കര വലിയ ഇഞ്ചുറി ഒക്കെ ആണെങ്കിലാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെ? നമ്മൾ കേട്ടിട്ടില്ലേ ചിലരുടെ ബോൺ പുറത്തേക്ക് കണ്ടു എന്നൊക്കെ പറയില്ലേ? ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, വ്യത്യാസം മനസ്സിലായല്ലോ? Next, complicated fracture. In addition to the fractures, internal organs may also be injured. അതായത് ഫ്രാക്ചറിന്റെ ഒപ്പം തന്നെ ഇന്റേണൽ ഓർഗൻസിനും ഇഞ്ചുറി സംഭവിക്കും. അത്രയ്ക്ക് ഡെപ്തിലുള്ള ഇത് ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ടല്ലേ? അതായത് നമ്മുടെ ബ്രെയിൻ, അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ലൈക്ക് സ്റ്റൊമക്, ഹാർട്ട്, അങ്ങനെയുള്ള ഓർഗൻസ് ഉണ്ടാവുമല്ലോ. ആ ഓർഗൻസിനൊക്കെ ഇഞ്ചുറി സംഭവിക്കുന്നതിനെയാണ് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ സിമ്പിൾ ഫ്രാക്ചർ, കോമ്പൗണ്ട് ഫ്രാക്ചർ, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. കറക്റ്റ് ആയിട്ട് ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, ജസ്റ്റ് പൊട്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിയ ബോൺ ഇങ്ങനെ പുറത്തേക്ക് കാണാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റേണൽ ഓർഗൻസിന് ഇഞ്ചുറി ഉണ്ടാവും. ഫ്രാക്ചറിന് പുറമെ ഇന്റേണൽ ഓർഗൻസിന് ഇഞ്ചുറി ഉണ്ടാവും, ലൈക്ക് ബ്രെയിൻ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്, ഹാർട്ട്, അങ്ങനെയുള്ള ഇന്റേണൽ ഓർഗൻസിന് പ്രോബ്ലം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഷോക്കും അതുപോലെ തന്നെ ഫ്രാക്ചറും ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ പിന്നെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യം വായിച്ച് കൃത്യമായി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഈ ഫയർമാൻ എന്നതിന്റെ പാർട്ട് 4 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുവരേക്കും ബൈ ബൈ.